ഒരു കാലത്തും CPM കേരളത്തിൽ അധികാരത്തിൽ വരാത്ത വിധമുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് RSS നേതൃത്വം പിണറായിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നെക്സസ് തുടരുന്നുണ്ട്. അതിന്റെ വിശദമായ കാര്യങ്ങൾ ഇനി വിശദീകരിക്കേണ്ടി വന്നാൽ ആ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ നടത്തിയ ഇടപാടുകൾ അത് ഡൽഹിയിലാണ്, കേരളത്തിലല്ല. മനസ്സിലായി? അത്രയും ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. അജിത് കുമാർ നടത്തിയ ഇടപാടുകൾ. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പരിപൂർണമായും ബന്ധിതനാണ്. അദ്ദേഹത്തിന്റെ കാല് ബന്ധിതനാണ്, അദ്ദേഹത്തിന്റെ ഇടതുകാലും വലതുകാലും ബന്ധിതനാണ്, അദ്ദേഹത്തിന്റെ കൈകൾ ബന്ധിതമാണ്, അദ്ദേഹത്തിന്റെ നാവ് ബന്ധിതമാണ്. എല്ലാം ബന്ധിതമായിട്ട് ഈ ബന്ധിക്കപ്പെട്ട എല്ലാ ചരടുകളും പോയി നിൽക്കുന്നത് RSSന്റെ കേന്ദ്രത്തിലാണ്. അവിടെയാണ് ഇത് കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം, ആ നെക്സസിന്റെ തീരുമാന പ്രകാരമല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പിണറായി വിജയന് സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അവസാനം കുറിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പശ്ചിമ ബംഗാളിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ കേരളത്തിൽ സംഭവിക്കാൻ പോവാണ്. പാവപ്പെട്ട ഈ പറയുന്ന നേതാക്കന്മാർക്ക് തൊഴിലാളി നേതാക്കന്മാരുണ്ട് നാട്ടില്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എവിടെ പോയി CITU? എവിടെ CITU? കേൾക്കുന്നുണ്ടോ? ആകെ നോക്കുകൂലി വാങ്ങുന്ന ഒരു വാർത്തയല്ലേ വരുന്നത്. ഒരു സമരം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ തൊഴിലാളി സംഘടനകൾ നടത്തുന്നുണ്ടോ? ഇവിടുത്തെ ആദിവാസി സംഘടനകൾ നടത്തുന്നുണ്ടോ? ഇവിടുത്തെ ദളിത് വിഭാഗം നടത്തുന്നുണ്ടോ? എല്ലാ നേതാക്കന്മാരെയും ഈ കയറിൽ കെട്ടിയിരിക്കാണ്. മിണ്ടാൻ അധികാരമല്ല. അതാണ് പിണറായിസം. ആ പിണറായിസമാണ് CPMന്റെ അടിവേര് തകർക്കും. ഒരു തർക്കം നിങ്ങൾ കരുതണ്ട. പറഞ്ഞിരുന്നു